ഹായ് എവ്രി വൺ. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ തിയറി പേപ്പറിൽ എ സി ഓർ ഡി സി മോട്ടോർ ഡ്രൈവ്സ് ഈ പോർഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡ്രൈവ്സിൻ്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ്, ഡ്രൈവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഡി സി ആൻഡ് എ സി ഡ്രൈവ്സിൻ്റെ കമ്പാരിസൺ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ദ പവർ സർക്യൂട്ട് ആൻഡ് കൺട്രോൾ സർക്യൂട്ട് ആർ സിമ്പിൾ. ഡി സി ഡ്രൈവ്സിൻ്റെ കേസിൽ അതിൻ്റെ പവർ സർക്യൂട്ടും കൺട്രോൾ സർക്യൂട്ടും സിമ്പിളായിരിക്കും. പക്ഷേ എ സി ഡ്രൈവ്സിലാണെങ്കിലോ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഡി സി ഡ്രൈവ്സിൽ ഇറ്റ് റിക്വയേഴ്സ് ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ്. നമ്മളെപ്പോഴും അതിന് മെയിൻ്റനൻസ്, ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും. എ സി ഡ്രൈവ്സിലാണെങ്കിൽ അത്രയും മെയിൻ്റനൻസ് ആവശ്യമില്ല, ലെസ് മെയിൻ്റനൻസ് ആണ്. ഡി സിയിൽ കമ്മ്യൂട്ടേറ്റർ മേക്സ് ദ മോട്ടോർ ബൾക്കി, കോസ്റ്റ്ലി ആൻഡ് ഹെവി. നമുക്കറിയാം ഡി സി ഡ്രൈവ്സിൽ ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡി സി മോട്ടോഴ്സിന് കമ്മ്യൂട്ടേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കമ്മ്യൂട്ടേറ്റർ വരുന്നതോടുകൂടി മോട്ടർ ഒന്നുകൂടെ ബൾക്കി ആവും, കോസ്റ്റ്ലി ആവും, പിന്നെ ഹെവി ആവും. ദീസ് പ്രോബ്ലംസ് ആർ നോട്ട് ദർ ഇൻ എ സി മോട്ടോഴ്സ്. എ സി മോട്ടോഴ്സിൽ കമ്മ്യൂട്ടേറ്റർ വരാത്തത് കാരണം ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറില്ല. ആൻഡ് ഇറ്റ് ആർ ഇൻഎക്സ്പെൻസീവ്, അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല. പെർട്ടിക്കുലർലി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറൊന്നും അത്രയും എക്സ്പെൻസീവ് അല്ല. ദെൻ ഡി സിയിലാണെങ്കിൽ ഇറ്റ്സ് ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് കൺട്രോൾ ക്യാൻ ബി അച്ചീവ്ഡ് സ്മൂത്ത്ലി ബൈ കൺവെൻഷണൽ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ. ഡി സി ഡ്രൈവ്സിൽ ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, പിന്നെ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. സ്പീഡ് കൺട്രോൾ, വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സ്മൂത്ത്ലി ബൈ ദ കൺവെൻഷണൽ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ. കൺവെൻഷണൽ കൺട്രോളും സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ പോസിബിളാണ്. എ സി ഡ്രൈവ്സിലാണെങ്കിൽ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ ദ സ്പീഡ് റേഞ്ച് ഈസ് വൈഡ് ആൻഡ് ദ കൺവെൻഷണൽ മെത്തേഡ് ഈസ് സ്റ്റെപ്ഡ് ആൻഡ് ലിമിറ്റഡ്. എ സി ഡ്രൈവ്സിലാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് കൺട്രോളിൽ നമുക്ക് വൈഡ് സ്പീഡ് റേഞ്ച് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്ഡ് ആൻഡ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീഡ് റേഞ്ച് മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഇനി ഡി സി ഡ്രൈവ്സിൽ സ്പീഡ് ആൻഡ് ഡിസൈൻ റേറ്റിംഗ്സ് ആർ ലിമിറ്റഡ് ഡ്യൂ ടു കമ്മ്യൂട്ടേഷൻസ് ഉള്ളത് കാരണമാണ് അതിനകത്ത് ഡിസൈനും അതുപോലെ സ്പീഡ് റേറ്റിംഗ്സൊക്കെ ലിമിറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ എ സി ഡ്രൈവ്സിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഹയർ ലിമിറ്റാണ് അതിനെപ്പോഴും ഉണ്ടാവുക. കമ്മ്യൂട്ടേഷൻ വരുന്നത് കാരണമാണ് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഡി സി ഡ്രൈവ്സിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും എ സി ഡ്രൈവ്സിനകത്ത് ഉണ്ടാവില്ല. ഇനി ഡ്രൈവ്സിൽ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രൈവ്സ് ആണ് എഡി കറണ്ട് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പ് ഡ്രൈവ്സ് അതുപോലെ ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രൈവ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ടൈപ്പാണ് എഡി കറണ്ട് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഈ എഡി കറണ്ട് ഡ്രൈവ്സിലാണെങ്കിൽ ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് സ്പീഡ് മോട്ടോർ ആൻഡ് എഡി കറണ്ട് ക്ലച്ച്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒരു ഫിക്സഡ് സ്പീഡിലെ മോട്ടോർ, ഫിക്സഡ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറും അവൈലബിൾ ആണ്. അതുപോലെ ഒരു എഡി കറണ്ട് ക്ലച്ചും കൂടി അവൈലബിൾ ആണ്. എന്തിനാണ് ക്ലച്ച്? നമ്മൾ വെഹിക്കിളിൽ എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്? പവർ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡി കറണ്ട് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. സെയിം പർപ്പസ് തന്നെ ഇവിടെ എഡി കറണ്ട് ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The clutch contains a fixed speed rotor and a adjustable speed rotor separated by a small air gap. ഈ ക്ലച്ചിനകത്ത് ഇവിടെ ഒരു ഫിക്സഡ് സ്പീഡ് റോട്ടറും ഉണ്ട്, അഡ്ജസ്റ്റബിൾ സ്പീഡ് റോട്ടറും ഉണ്ട്. അതൊരു സ്മോൾ എയർ ഗ്യാപ്പിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് യൂസസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ ആസ് ദ ഇൻപുട്ട്. ഈ എഡി കറണ്ട് ഡ്രൈവ്സിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്, അതായത് ഫിക്സഡ് സ്പീഡ് മോട്ടറാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. The torque transisted from the input rotor to the output rotor is determined by the magnetic field produced by the DC current in the field coil. നമുക്കറിയാം നമ്മൾ ഫീൽഡ് കോയിലിലേക്ക് ഡി സി കറണ്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഫീൽഡ് കോയിൽ, അതായത് മോട്ടോറിൻ്റെ ഫീൽഡ് കോയിലിലേക്ക് നമ്മളൊരു ഡി സി കറണ്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ടോർക്ക്, അതായത് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് എത്ര ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് ഫീൽഡ് കോയിലിലേക്ക് കൊടുക്കുന്ന ഡി സി കറണ്ട് കാരണം ഫീൽഡ് കോയിലൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ഇൻപുട്ട് റോട്ടറിൽ നിന്നും ഔട്ട്പുട്ട് റോട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. The controller provides closed loop speed regulation.
ഇനി അതിനകത്തൊരു കൺട്രോളർ ഉണ്ടാവും. ഈ കൺട്രോളറാണ് ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ വേരിയിങ് ദ ക്ലച്ച് കറണ്ട്. ക്ലച്ച് കറണ്ട് വേരി ചെയ്തിട്ട് സ്പീഡ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഹെൽപ്സ് ദ ക്ലച്ച് ടു ട്രാൻസ്മിറ്റ് ഓൺലി ഇനഫ് ടോർക്ക് ടു ഓപ്പറേറ്റ് അറ്റ് ദ ഡിസയേർഡ് സ്പീഡ്. ഡിസയേർഡ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്ക്, അത്യാവശ്യമായിട്ടുള്ള ടോർക്ക്, അതായത് കൂടുതലോ കുറവോ ഒന്നുമല്ല, നമുക്ക് ഡിസയേർഡ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ ടോർക്കാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്പീഡ് ഫീഡ്ബാക്ക് ഈസ് ടിപ്പിക്കലി പ്രൊവൈഡഡ് ബൈ ആൻ ഇൻ്റഗ്രൽ AC ടാക്കോമീറ്റർ. ഇനി അങ്ങനെ ഡിസയേർഡ് സ്പീഡ് ഏതാണ് എന്ന് നിശ്ചയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ് എന്ന് മെഷർ ചെയ്തിട്ട് അതിന് ഫീഡ്ബാക്ക് കൊടുക്കണം. കൺട്രോളറിന് ഫീഡ്ബാക്ക് കൊടുത്താലാണ് കൺട്രോൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഡിസയേർഡ് സ്പീഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കൊരു സ്പീഡ് ഫീഡ്ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഇൻ്റഗ്രൽ AC ടാക്കോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് മെഷർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ദെൻ എഡി കറണ്ട് ഡ്രൈവ്സ് ആർ സ്ലിപ്പ് കൺട്രോൾഡ് ഡ്രൈവ്സ് സിസ്റ്റംസ്. എഡി കറണ്ട് ഡ്രൈവ്സിന് സ്ലിപ്പ് കൺട്രോൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താണ് സ്ലിപ്പ്? സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ്. ഏതിൻ്റെ? നമ്മുടെ സിങ്ക്രണസ് സ്പീഡിൻ്റെയും വർക്കിംഗ് സ്പീഡും തമ്മിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലിപ്പ് കാരണം ഉണ്ടാവുന്ന എനർജി, എന്താവുന്നത്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസിപ്പേറ്റഡ് ആസ് എ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ലെസ് എഫിഷ്യൻസി ദാൻ ദ AC ടു DC, AC ഓർ DC ടു AC കൺവേർഷൻ ബേസ്ഡ് ഡ്രൈവ്സ്. സാധാരണഗതിയിലുള്ള AC ഓർ DC ടു AC കൺവേർഷൻ ബേസ്ഡ് ഡ്രൈവ്സിനേക്കാളും ഈ എഡി കറണ്ട് ഡ്രൈവ്സിന് എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. The motor develops the torque required by the load and operates at the full speed. മോട്ടർ എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫുൾ സ്പീഡിലാണ് മോട്ടർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇൻപുട്ട് പവർ ഇൻപുട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇൻറ്റു മോട്ടോർ സ്പീഡ്. നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T ഇൻറ്റു ഒമേഗ, അതായത് ടോർക്ക് ഇൻറ്റു സ്പീഡാണ്. ഇൻപുട്ട് പവറിൻ്റെ കേസിലാണെങ്കിൽ ഇൻപുട്ട് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇൻറ്റു മോട്ടോർ സ്പീഡ്. ഔട്ട്പുട്ട് പവറോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇൻറ്റു ഔട്ട്പുട്ട് സ്പീഡ്. ഔട്ട്പുട്ട് സ്പീഡിൻ്റെയും ഓപ്പറേറ്റിംഗ് ടോർക്കിൻ്റെയും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലായിരിക്കും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഇനി മോട്ടോർ സ്പീഡ് മൈനസ് ഔട്ട്പുട്ട് സ്പീഡ്. നമുക്ക് മോട്ടോറിൽ ആദ്യം കൊടുക്കുന്ന സ്പീഡും അതിൽ നിന്ന് നമുക്ക് കുറഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ട് സ്പീഡ് കിട്ടുക. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ആ സ്പീഡിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. P ഈക്വൽ ടു സ്ലിപ്പ് സ്പീഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ടോർക്ക്. അതായത് നമ്മൾ പറഞ്ഞു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടോർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ലിപ്പ് സ്പീഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ടോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പവർ കിട്ടും, അതായത് സ്ലിപ്പ് പവർ കിട്ടും. ഈ സ്ലിപ്പ് പവർ അല്ലെങ്കിൽ സ്ലിപ്പ് എനർജിയാണ് ഹീറ്റായിട്ട് ക്ലച്ചിൽ ഡെസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി DC മോട്ടോർ ഡ്രൈവ്സ് എന്താണെന്ന് നോക്കാം. DC മോട്ടോർ ഡ്രൈവ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ കമ്പോണൻസ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ആർമേച്ചർ വോൾട്ടേജ്. അതിൻ്റെ കണ്ടീഷൻസാണ് സ്പീഡ് പ്രൊപ്പോർഷണൽ ടു ദി ആർമേച്ചർ വോൾട്ടേജ് ആണ്. N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ബൈ IF എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഒരു DC മോട്ടോറിൻ്റെ സ്പീഡും അതിൻ്റെ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഫീൽഡ് കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ബൈ IF. അതായത് ആർമേച്ചർ വോൾട്ടേജ് EB എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. മേലെയല്ല, ന്യൂമറേറ്ററിലാണല്ലോ EB വരുന്നത്. ഡിനോമിനേറ്ററിലാണ് ഫീൽഡ് കറണ്ട് കിടക്കുന്നത്. അതായത് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫീൽഡ് കറണ്ട്. സ്പീഡ് ഫീൽഡ് കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് സ്പീഡ് കൂടും. ഇനി സ്പീഡ് കുറയുന്ന വേറൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ ആർമേച്ചർ വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് കുറച്ച് കൊടുക്കുക. ഫീൽഡ് കറണ്ടും സ്പീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ EB കൂട്ടിക്കൊടുക്കുക, IF കുറച്ച് കൊടുക്കുക. ഇനി തിരിച്ച് സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആർമേച്ചർ വോൾട്ടേജ് കുറച്ച് കൊടുത്താലും സ്പീഡ് കുറയും, അതല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് കൂട്ടിക്കൊടുത്താലും സ്പീഡ് കുറയും. ദെൻ ദി ആർമേച്ചർ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോട്ടോർ ടോർക്ക്. മോട്ടോറിൻ്റെ ടോർക്ക് Tക്ക് ഏതിന് പ്രൊപ്പോർഷണലായിരിക്കും? ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണലായിരിക്കും.
സപ്ലൈ വോൾട്ടേജ് വേരിയേഷൻ ഈസ് പോസിബിൾ അപ് ടു ദ റേറ്റഡ് വോൾട്ടേജ്. നമുക്കിപ്പം EB ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്പീഡ് മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷെ ആ വേരിയേഷന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് റേറ്റഡ് വോൾട്ടേജ് വരെ മാത്രമേ നമുക്ക് EBനെ അല്ലെങ്കിൽ ആർമേച്ചർ വോൾട്ടേജിനെ വേരി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആർമേച്ചർ വോൾട്ടേജിനെ വേരി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മേലേക്ക് നമുക്ക് ആർമേച്ചർ വോൾട്ടേജിനെ വേരി ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ബേസ് സ്പീഡ്. ഇഫ് ദ സ്പീഡ് റെഗുലേറ്റർ ഗ്രേറ്റർ ദാൻ ദ ബേസ് സ്പീഡ് ഈസ് റിക്വയർഡ്, ദ ഫീൽഡ് കറണ്ട് ഓഫ് ദ മോട്ടോർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. നമ്മൾ ബേസ് സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് എവിടം വരെയാണ്? റേറ്റഡ് വോൾട്ടേജ് വരെയാണ്. ഈ റേറ്റഡ് വോൾട്ടേജിൻ്റെ മേലേക്ക്, അതായത് ബേസ് സ്പീഡിൻ്റെ മേലേക്ക് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫീൽഡ് കറണ്ട് കുറച്ച് കൊടുക്കണം. അതായത് ദ ഫീൽഡ് കറണ്ട് IF ഓഫ് ദി മോട്ടോർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. അപ്പോൾ 2 കണ്ടീഷനാണ് വരുന്നത്. നമുക്ക് ബേസ് സ്പീഡ് വരെ ആർമേച്ചർ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്പീഡ് മാറ്റി കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ ആർമേച്ചർ വോൾട്ടേജ് മാറ്റാൻ പറ്റില്ല. റേറ്റഡ് വോൾട്ടേജ് വരെ ആർമേച്ചർ വോൾട്ടേജ് മാറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ ശേഷം നമുക്ക് ഫീൽഡ് കറണ്ടിൽ മാറ്റങ്ങൾ വരുത്തി കൊടുത്താൽ മാത്രമേ സ്പീഡിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ ബേസ് സ്പീഡ് വരെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളും പ്രൊവൈഡ് ചെയ്യാം. ബേസ് സ്പീഡിന് ശേഷം ഫീൽഡ് കൺട്രോളും നമുക്ക് മാറ്റി കൊടുക്കാം. വെൻ ഫീൽഡ് കറണ്ട് റെഡ്യൂസസ്. ഇനി ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മോട്ടോറിൻ്റെ ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. നമുക്കറിയാം കറണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അപ്പോൾ ഫീൽഡ് കറണ്ട് എത്ര കണ്ട് കുറയുന്നോ അത്ര കണ്ട് എന്ത് ചെയ്യും? ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർമേച്ചറിൻ്റെ കൗണ്ടർ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ ആണ്. അതായത് ഫീൽഡ് ഫ്ലക്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ആർമേച്ചറിൻ്റെ കൗണ്ടർ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ EMFും കുറയും. ദിസ് ആർമേച്ചർ കറണ്ട് ഇൻക്രീസസ് ദി മോട്ടോർ ടോർക്ക്. ഈ സമയത്ത് ഉണ്ടാകുന്ന ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ EMF കുറയുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? മോട്ടോർ ടോർക്ക് ഇൻക്രീസ് ചെയ്യും. മോട്ടോറിൻ്റെ ടോർക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫീൽഡ് കറണ്ട് കുറയ്ക്കുമ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഫീൽഡ് കറണ്ട് കുറയ്ക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ സ്പീഡ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഫീൽഡ് കറണ്ട് കുറയ്ക്കുമ്പം ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആർമേച്ചർ കൗണ്ടർ EMF EB റെഡ്യൂസ് ചെയ്യും. EB റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ആർമേച്ചർ കറണ്ടിൽ എന്ത് വരും? മാറ്റം വരും. ആർമേച്ചർ കറണ്ടിൽ മാറ്റം വരുന്നതോട് കൂടിയിട്ട് മോട്ടോറിൻ്റെ ടോർക്ക് ഇൻക്രീസ് ചെയ്യും. മോട്ടോറിൻ്റെ ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. എ ഫീൽഡ് സപ്ലൈ ഈസ് പ്രൊവൈഡഡ് ഇൻ ദീസ് DC ഡ്രൈവ്സ്. ഈ DC ഡ്രൈവ്സിൽ നമ്മൾ ഫിക്സഡ് ഫീൽഡ് സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫീൽഡ് കറണ്ടിൽ നമുക്ക് മാറ്റങ്ങൾ അധികം വരുത്തേണ്ട ഫിക്സഡ് ഫീൽഡ് സപ്ലൈ ആണ് സാധാരണ DC ഡ്രൈവ്സിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആസ് എ ടോർക്ക് ഈസ് കോൺസ്റ്റൻറ്റ് ഓവർ ദി സ്പീഡ് റേഞ്ച്, ദ മോട്ടോർ ഔട്ട്പുട്ട് ഹോഴ്സ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ അത്രയും ഭാഗം, അതായത് ആദ്യത്തെ അത്രയും റേഞ്ച് 100 വരെയുള്ള സ്പീഡിനകത്തൊരു ബേസ് സ്പീഡ് വരെ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫിക്സഡ് ഫീൽഡ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഫിക്സഡ് ഫീൽഡ് സപ്ലൈ ആകുമ്പോൾ അവിടെ ടോർക്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. ടോർക്കും ഏതാണ്ട് ഫിക്സഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ കണ്ടീഷനിൽ ഫിക്സഡ് ഫീൽഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും? സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അത്രയും സമയത്ത് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഗ്രാഫിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് 100 വരെയുള്ള സ്പീഡിൻ്റെ അകത്ത് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ മോട്ടോർ സ്പീഡും Y ആക്സിസിൽ ടോർക്കും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഒരു X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. മേലെ ടോർക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടില്ലേ? അതാണ് നമുക്ക് പാരലൽ ആയിട്ടുള്ളൊരു ലൈൻ കിട്ടും. അതായത് അത്രയും ഭാഗത്തേക്ക് നമ്മൾ ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അതായത് അവിടെ ഫീൽഡ് കറണ്ടിൽ മാറ്റം വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ആർമേച്ചർ വോൾട്ടേജ് മാത്രമാണ് നമ്മൾ വേരി ചെയ്യുന്നത്. അവിടെ ഫീൽഡ് കറണ്ട് വേരി ചെയ്യുന്നില്ല. ആ സമയത്തേക്ക് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ആ സമയത്തെ പവർ സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും? ഹോഴ്സ് പവറും സ്പീഡും നോക്കുകയാണെങ്കിൽ, അതായത് Y ആക്സിസിൽ ഹോഴ്സ് പവറും X ആക്സിസിൽ സ്പീഡും കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻറ്ററിലൂടെ പോകുന്ന ഒരു പ്രപ്പോർഷണൽ ലൈനായിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് സ്പീഡും ടോർക്കും പ്രപ്പോർഷണൽ ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. കോൺസ്റ്റൻറ്റ് സ്ലോപ്പുള്ള ഒരു
സ്ട്രെയിറ്റ് ലൈൻ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് റേറ്റഡ് ഹോഴ്സ് പവറും സ്പീഡും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഇനി ഇതാണ് നമ്മൾ ഗ്രാഫിൽ നേരത്തെ പറഞ്ഞതുപോലെ ബേസ് സ്പീഡ് 100 ആണ്, മോട്ടോറിൻ്റെ ബേസ് സ്പീഡ് 100 വരെ കോൺസ്റ്റൻറ്റ് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ ഹോഴ്സ് പവറും സ്പീഡും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ആ ഫിഗറാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട അതേ ഫിഗറാണ് ലെഫ്റ്റ് സൈഡിൽ കാണാനുള്ളത്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഗ്രാഫ് ഡ്രോപ്പ് ചെയ്ത് വരുന്നത് കാണാം, ഗ്രാഫ് കുറഞ്ഞു വരുന്നത് കാണാം. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് കോൺസ്റ്റൻറ്റ് ടോർക്ക് അവൈലബിൾ അല്ല. അവിടെ കോൺസ്റ്റൻറ്റ് ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പകരം അവിടെ എന്താ ചെയ്യണേ? അവിടെ ഫീൽഡ് കറണ്ട് നമ്മൾ വേരി ചെയ്യുന്നുണ്ട്. ഫീൽഡ് കറണ്ട് വേരി ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഫീൽഡ് വോൾട്ടേജ് കൺട്രോളാണ്. റൈറ്റ് സൈഡിലേക്ക് ബേസ് സ്പീഡിൻ്റെ മേലേക്ക് ഫീൽഡ് വോൾട്ടേജ് കൺട്രോളും ബേസ് സ്പീഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ബേസ് സ്പീഡിൻ്റെ താഴേക്ക് നമുക്ക് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. The armature voltage to the motor is controlled for the constant torque variable HP operation up to the base speed. Base speed വരെ constant torque വേരിയബിൾ ഹോഴ്സ് പവർ ഓപ്പറേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബേസ് സ്പീഡിൻ്റെ മേലേക്കാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് കൺട്രോൾ ഫോർ, അതായത് മോട്ടറിൻ്റെ ഓപ്പറേഷൻ സ്വിച്ച് ചെയ്യും. ഡ്രൈവ് സ്വിച്ചസ് ടു ദ ഫീൽഡ് കൺട്രോൾ ഫോർ കോൺസ്റ്റൻറ്റ് HP റിഡ്യൂസ്ഡ് ടോർക്ക് ഓപ്പറേഷൻ. ടോർക്ക് കുറവായിരിക്കും ആ സമയത്ത്, കമ്പാരിറ്റീവ്ലി ടോർക്ക് കുറവായിട്ട് മാക്സിമം സ്പീഡ് വരെ ടോർക്ക് കുറച്ചാൽ മാത്രമേ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ. ബേസ് സ്പീഡിൻ്റെ മേലേക്ക് ടോർക്ക് കുറച്ചിട്ട് ഫീൽഡ് കൺട്രോളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ DC മോട്ടോറിലേക്ക്, DC ഡ്രൈവിനകത്ത് DC മോട്ടോറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിനകത്ത് സ്പീഡ് വേരിയേഷൻ നടക്കുന്നത്. ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് കിട്ടുന്ന AC സപ്ലൈനെ നമ്മളൊരു DC ഡ്രൈവിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ഡിവൈസ് വേണം. ഈ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അഥവാ SCR എന്ന് പറയും. ഈ SCR ആണ് the widely used thyristors for large DC motor drives in its power conversion unit. ലാർജ് DC മോട്ടോർ ഡ്രൈവ്സിലെല്ലാം അതിൻ്റെ പവർ കൺവേർഷൻ യൂണിറ്റിൽ നോർമലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഏതാണ്? തൈറിസ്റ്റേഴ്സ് ആയിട്ട്, അതായത് SCR എന്ന് പറയുന്ന തൈറിസ്റ്ററാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. An SCR conducts when a small voltage applied to its gate terminal. ഒരു SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡ് പോലെ തന്നെ അതിന് എക്സ്ട്രാ ഒരു ഗേറ്റ് ടെർമിനലും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഗേറ്റ് ടെർമിനൽ കൊടുക്കാത്ത സമയത്ത് SCR കണ്ടക്ട് ചെയ്യില്ല. ഗേറ്റ് ടെർമിനലിലേക്ക് നമ്മൾ എപ്പോഴാണോ ഒരു ചെറിയ വോൾട്ടേജ്, ട്രിഗറായിട്ടൊരു ചെറിയ വോൾട്ടേജ് കൊടുത്താൽ മതിയോ, ഒരു ചെറിയ വോൾട്ടേജ് നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? SCR കണ്ടക്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് കണ്ടക്ഷൻ കണ്ടിന്യൂസ് ടിൽ ദ സ്റ്റാർട്ടിങ് ഓഫ് ദ നെഗറ്റീവ് സൈക്കിൾ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. ഡയോഡ് പോലെ തന്നെ SCR യൂണി ഡയറക്ഷനിലാണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈക്കിളിൽ അത് കണ്ടക്ട് ചെയ്തിട്ട് നെഗറ്റീവ് സൈക്കിൾ എത്തുന്നത് വരെ കണ്ടക്ട് ചെയ്യും. And it turned off automatically once the voltage across the SCR goes through natural zero till the next gated signal. അതായത് ഒരു സിമ്പിൾ AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സിഗ്നലിൽ കണ്ടക്ട് ചെയ്തിട്ട് നെഗറ്റീവ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്പോട്ടിൽ, അതായത് സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത്, സീറോ ലൈന് ക്രോസ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ അടുത്തത് കണ്ടക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? അതിൻ്റെ നെക്സ്റ്റ് ഗേറ്റഡ് സിഗ്നൽ കൊടുക്കുന്ന സമയത്തേക്ക് മാത്രമേ പിന്നെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു SCRൻ്റെ 2 ട്രാൻസിസ്റ്റർ ഇക്വിവാലൻറ്റ് സർക്യൂട്ട്. SCR എന്ന് പറയുമ്പോൾ ശരിക്കും 2 ട്രാൻസിസ്റ്ററിന്, ഒരു PNP ട്രാൻസിസ്റ്ററും ഒരു NPN ട്രാൻസിസ്റ്ററിനെയും ഒരുമിച്ച് കണക്ട് ചെയ്തതുപോലെയാണ് ശരിക്കും നമ്മുടെ SCRൻ്റെ സർക്യൂട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്, പിന്നെ ഒരു ഗേറ്റ് സിഗ്നലും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. PNP ട്രാൻസിസ്റ്ററും ഒരു NPN ട്രാൻസിസ്റ്ററും കൂടെ ഒരുമിച്ച് വെച്ചതുപോലെ 3 ജംഗ്ഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. J1, J2, J3 എന്നിങ്ങനെ 3 ജംഗ്ഷൻസ് ഈ സ്ട്രക്ചറിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റിൽ PNും തമ്മിലൊരെണ്ണം, പിന്നെ Nഉം Pയും തമ്മിലൊരെണ്ണം, പിന്നെ Pയും Nഉം തമ്മിലൊരെണ്ണം. ഇനി അതിൻ്റെ ഗ്രാഫ്, ഒരു SCRൻ്റെ കണ്ടക്ഷൻ്റെ VI ക്യാരയാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഡയോഡൊക്കെ പോലെ തന്നെ എന്ത് ചെയ്തു? ആദ്യമേ ആനോഡ് കറണ്ടാണ് Y ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്, X ആക്സിസിൽ കാണിച്ചിട്ടുള്ളത് ഫോർവേഡ് വോൾട്ടേജ് ആണ്. ഒരു ചെറിയ എമൗണ്ട് നീ വോൾട്ടേജ് എത്താൻ തുടങ്ങുമ്പോൾ
കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്ക് ഗ്രാഫുകളുടെ 3 രീതി കാണിച്ചിട്ടുണ്ട്. IG1, IG2, IG3. അതായത് ഗേറ്റ് കറണ്ടിനനുസരിച്ച് 3 രീതിയിൽ ഗ്രാഫിനെ കാണിച്ചിട്ടുണ്ട്. അതായത് ഗേറ്റ് കറണ്ട് വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് മാറുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഗേറ്റ് കറണ്ട് കൂടുതലാണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് കൂടുതലായിരിക്കും. ഗേറ്റ് കറണ്ട് കുറവാണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജും കുറവായിരിക്കും. ലാച്ചിങ് കറണ്ടും ഉണ്ട്, ഹോൾഡിംഗ് കറണ്ടും ഉണ്ട്. ലാച്ചിങ് കറണ്ട് എന്ന് പറയുമ്പോൾ അതിന് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഗേറ്റ് സർക്യൂട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കറണ്ടിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുക. ഇനി റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇത് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന അതിൻ്റെ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ആണ്. റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സാധാരണ ഒരു ഡയോഡിൻ്റെ റിവേഴ്സ് സൈഡിൽ ഡയോഡ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് SCRഉം വർക്ക് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ അത് ചെറുതായിട്ട് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് വോൾട്ടേജ് കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കും, കറണ്ട് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഇനി ഇതാണ് ഒരു SCRൻ്റെ വേവ് ഫോം. ഒരു സിമ്പിൾ SCR, ഒരൊറ്റ SCR മാത്രം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ VS എന്ന് പറയുന്ന ഒരു സോഴ്സ് സിഗ്നൽ നമ്മൾ കൊടുത്തു, ഒരു AC സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ, ഈ ആൽഫ എന്ന് പറയുന്നത് 0-ൽ നിന്നും ഔട്ട്പുട്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യണില്ല. അതിൻ്റെ കാരണം എന്താ? ഇതിൽ ഗേറ്റിലേക്ക് നമ്മൾ ട്രിഗറിങ് കൊടുക്കുന്നത്, അതായത് ഗേറ്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ആൽഫ ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നുള്ളൂ. അതാണ് ആ കാണിക്കുന്നത്. ട്രിഗർ കൊടുക്കുന്നത് ആൽഫ ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആൽഫ ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഫിഗറിൽ നേരെ ഇൻപുട്ടിൻ്റെ താഴേക്ക് നേരെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും. ആൽഫ ടൈം ഒരു ഫേസ് ഡിലേ കഴിഞ്ഞിട്ട് മാത്രമാണ് ആ SCR കണ്ടക്ട് ചെയ്യുന്നത്. SCRൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ആൽഫയുടെ വാല്യൂ നമ്മൾ 0 മുതൽ 180 വരെ നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ ആർമേച്ചറിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു SCR ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യും. ആ കൺട്രോളറിൽ നിന്ന് ആൽഫയുടെ വാല്യൂ, അതായത് SCRൻ്റെ ഫയറിംഗ് ആംഗിൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജിൽ നിന്നും ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു DC ഡ്രൈവിലേക്ക് വോൾട്ടേജ് വേരിയേഷൻ പ്രൊവൈഡ് ചെയ്യണത്. It converts the alternating current of the power source to the variable DC output which is applied to the armature of the DC motor. ഇത് നമുക്കൊരു AC സോഴ്സിനെ DC ആക്കി കൺവേർട്ട് ചെയ്യും. അതായത് ഫിക്സഡ് DC ആയിരിക്കില്ല, വേരിയബിൾ DC ആയിരിക്കും. നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന DC സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സൈൻ വേവ് പോലെ തന്നെയാണ്. നെഗറ്റീവ് സൈഡിലേക്ക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ രണ്ടാമത്തെ വേവ് ഫോം നെഗറ്റീവ് സൈഡിലേക്ക് ഇല്ല. അതായത് ഫിക്സഡ് DC അല്ല, വേരിയബിൾ ആയിട്ടുള്ളൊരു DC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. Speed control is achieved by regulating the armature voltage to the motor. സ്പീഡ് കൺട്രോൾ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ബൈ റെഗുലേറ്റിംഗ് ദി ആർമേച്ചർ വോൾട്ടേജ് ടു ദ മോട്ടർ. എ തൈറിസ്റ്റർ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി സ്പീഡ് ഓഫ് എ DC മോട്ടർ ബൈ വേരിയിങ് ദ DC വോൾട്ടേജ്. ഈ DC വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു തൈറിസ്റ്റർ ബ്രിഡ്ജാണ്. ഇപ്പോൾ നമ്മൾ ഒരൊറ്റ തൈറിസ്റ്റർ വെച്ചിട്ടുള്ള ഫിഗറാണ്, നേരത്തെ സർക്യൂട്ടാണ് നേരത്തെ കാണിച്ചത്. ഒരു ബ്രിഡ്ജ്ഡ് തൈറിസ്റ്റർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിൽ നമുക്കിതിനെ വേരി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് 3 ഫേസിലൊക്കെ ആകുമ്പം ഒരു 6 മുതൽ 12 SCR വരെയൊക്കെ ഉള്ള ബ്രിഡ്ജ് സർക്യൂട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ദെൻ വോൾട്ടേജ് അപ്ലൈഡ് ടു എ DC മോട്ടോർ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി റേറ്റഡ് വോൾട്ടേജ്. നമ്മളൊരു DC മോട്ടോറിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് റേറ്റഡ് വോൾട്ടേജിനേക്കാളും കൂടാൻ പാടില്ല. നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെ. SCR drives supplied from single phase AC supply uses 4 SCRs in the form of bridge for the DC rectification. സിംഗിൾ ഫേസ് ACയുടെ കേസിലാണെങ്കിൽ DC റെക്ടിഫിക്കേഷന് വേണ്ടി എന്താ ചെയ്യുക? 4 SCR ഉള്ള ഒരു ബ്രിഡ്ജ് സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഹൈ പവർ DC ഡ്രൈവ്സ്, ഹൈ പവർ വേണ്ട DC ഡ്രൈവ്സിലാണെങ്കിൽ 3 ഫേസ് സപ്ലൈ വിത്ത് 6 SCRs ഈസ് യൂസ്ഡ് ഫോർ DC റെക്ടിഫിക്കേഷൻ. DC റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് 6 SCR ഉള്ളൊരു സർക്യൂട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഹൈ പവർ DC ഡ്രൈവ്സിൻ്റെ കേസിൽ. ഇനി ഇൻ കേസ് ഓഫ് ദി 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ, 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഫോർവേഡ് മോട്ടറിങ് എന്ന് പറയുമ്പം ഫ്രണ്ടിൽ ഫോർവേഡായിട്ട് കറങ്ങുന്ന മോട്ടറിങ് ഓപ്പറേഷൻ, അതായത് സ്പീഡ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഫോർവേഡ് ബ്രേക്കിംഗ്, റിവേഴ്സ് മോട്ടറിങ് ആൻഡ് റിവേഴ്സ് ബ്രേക്കിംഗ്, അങ്ങനെ 4 കണ്ടീഷൻസ് ആണ് വരുന്നത് 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷനിൽ നമുക്ക് നോക്കാം.
മോട്ടറിൽ 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർവേഡ് മോട്ടറിങ്, പിന്നെ ഫോർവേഡ് ബ്രേക്കിംഗ്, റിവേഴ്സ് മോട്ടറിങ്ങും റിവേഴ്സ് ബ്രേക്കിങ്ങും. ഓഫ് ദ ഡി സി ഡ്രൈവിന് ഇങ്ങനെ 4 ഓപ്പറേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ സാധിക്കാറുള്ളത് ബ്രിഡ്ജ് റെക്ടിഫയർ കൺസിസ്റ്റിംഗ് ഓഫ് 12 SCRs ഈസ് യൂസ്ഡ്. 12 SCR ഉള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ DC ഡ്രൈവ്സിൽ പോസിബിൾ ആവുന്നത്. During each quadrant operation, SCRs are triggered at a phase angle in order to provide required DC voltage to the motor. മോട്ടറിലേക്ക് റിക്വയർഡ് DC വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ SCRും ഓരോ ക്വാഡ്രൻ്റെ സമയത്തും ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫേസ് ആംഗിൾ, ഒരു സീക്വൻസിലെങ്ങാനും ഒരു ഫേസ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ട് SCRനെ ട്രിഗർ ചെയ്ത് കൊടുക്കുകയാണ് എന്ത് ചെയ്യണത്? നമ്മൾ DC വോൾട്ടേജ് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള DC വോൾട്ടേജ് മോട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് SCRനെ ട്രിഗർ ചെയ്യുന്ന ഫേസ് ആംഗിൾ വേരി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈവ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ ഫിഗർ കാണിച്ചിട്ടുണ്ട് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനകത്ത് റൈറ്റ് സൈഡിൽ മേലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനകത്ത് ഡ്രൈവിംഗ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അതായത് നമ്മുടെ സ്പീഡും അവിടെ N എന്ന് കാണിച്ചിട്ടുള്ളത് സ്പീഡാണ്. സ്പീഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്പീഡ് പോസിറ്റീവാണ്, അവിടെ ടോർക്കും പോസിറ്റീവാണ്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Y ആക്സിസിൽ സ്പീഡും X ആക്സിസിൽ ടോർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുമ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സ്പീഡും മൊമെൻറ്റും പോസിറ്റീവാണ്. മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ടോർക്ക് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ടോർക്കിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് മൊമെൻറ്റിനും വരുന്നത്. അപ്പം ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോഴേക്കോ സ്പീഡ് പോസിറ്റീവാണ്, പക്ഷെ ടോർക്ക് നെഗറ്റീവാണ്. ടോർക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പം തിരിഞ്ഞ് കറങ്ങാൻ തുടങ്ങും. സോ ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇനി തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പം രണ്ടും നെഗറ്റീവാണ്. സ്പീഡും നെഗറ്റീവാണ്, ടോർക്കും നെഗറ്റീവാണ്. സ്പീഡും ടോർക്കും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡും ടോർക്ക് എന്ന് പറയുമ്പോൾ മൊമെൻറ്റും നെഗറ്റീവ് ആവും. സ്പീഡും നെഗറ്റീവ് ആവും, മൊമെൻറ്റും നെഗറ്റീവ് ആവും. സോ ഇൻ എഫക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഡ്രൈവിംഗ് ഓപ്പറേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഇനി വീണ്ടും ഫോർത്ത് ക്വാഡ്രൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സ്പീഡ് നെഗറ്റീവ് ആയത്, തേർഡ് ക്വാഡ്രൻറ്റിൽ സ്പീഡ് നെഗറ്റീവ് ആയത് കാരണം മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നത്. ആദ്യത്തെ 2 ക്വാഡ്രൻറ്റിലും സ്പീഡ് പോസിറ്റീവ് ആയത് കാരണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മോട്ടറിൻ്റെ റണ്ണിങ് വരുന്നത്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് അതായത് നെഗറ്റീവ് സ്പീഡാണ് വരുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരിക. ഫോർത്ത് ക്വാഡ്രൻറ്റിലും സ്പീഡ് നെഗറ്റീവാണ്, മൊമെൻറ്റ് പോസിറ്റീവാണ്. എന്തുകൊണ്ടാണ് മൊമെൻറ്റ് പോസിറ്റീവായത്? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ടോർക്ക് പോസിറ്റീവാണ്, അപ്പോൾ മൊമെൻറ്റ് പോസിറ്റീവായി. അവിടെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡ്രൈവിംഗ് ഓർ മോട്ടറിങ് ഫോർവേഡ് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ഓപ്പറേഷനാണ്. അതായത് മോട്ടറിങ് ഫോർവേഡ് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പീഡ് മുന്നോട്ട് മൂവ് ചെയ്യുന്ന മോട്ടറിംഗ് ഫോർവേഡ് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അവിടെ പോസിറ്റീവ് സ്പീഡുമാണ്, പോസിറ്റീവ് ടോർക്കുമാണ്. മോസ്റ്റ് ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് സിംഗിൾ ക്വാഡ്രൻസ് ലോഡ് ഓപ്പറേറ്റിംഗ് ഇൻ ദ ക്വാഡ്രൻറ്റ് 1 സച്ച് ആസ് ഇൻ ദ വേരിയബിൾ ടോർക്ക്. ഒരുവിധം എല്ലാ സിംഗിൾ ക്വാഡ്രൻറ്റ് ലോഡിൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരുവിധം എല്ലാ ആപ്ലിക്കേഷൻസും ഏത് ക്വാഡ്രൻറ്റിലാണ് യൂസ് ചെയ്യാറുള്ളത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആപ്ലിക്കേഷൻസാണ് സാധാരണ എല്ലാ കേസിലും വരാറുള്ളത്. വേരിയബിൾ ടോർക്കിൻ്റെ കേസിലെല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആപ്ലിക്കേഷനാണ് വരാറുള്ളത്. എക്സാമ്പിൾ ഏതാ വരുന്നത്? സെൻട്രിഫ്യൂഗൽ പമ്പും ഫാനും ഒക്കെ. നമുക്ക് ഫാനൊക്കെ ഒരേ ഡയറക്ഷനിലല്ലേ കറങ്ങുന്നുള്ളൂ. സെൻട്രിഫ്യൂഗൽ പമ്പും ഫാനും ഒക്കെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓപ്പറേഷനിലാണ് സാധാരണ ആപ്ലിക്കേഷനായിട്ട് വരാറുള്ളത്. ഇനി ക്വാഡ്രൻറ്റ് 2 നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാഡ്രൻറ്റ് 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു. മേലെ സ്പീഡ് പോസിറ്റീവാണ്, ടോർക്ക് നെഗറ്റീവാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ? ജനറേറ്റിംഗ് ഓർ ബ്രേക്കിംഗ് ഫോർവേഡ് ബ്രേക്കിംഗ് ഡീസലറേറ്റിംഗ് ക്വാഡ്രൻറ്റ്. ജനറേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പവർ കൊടുക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സ്പീഡ് പോസിറ്റീവാണ്, ടോർക്ക് നെഗറ്റീവാണ്. ടോർക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പം അത് ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്, നിൽക്കാനാണ് പോകുന്നത്, ഡീസലറേറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ സ്പീഡ് കുറയുകയാണ്, ഡീസലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്സിലറേറ്റ് ചെയ്യല്ല,
ഡീസലറേറ്റ് ചെയ്യുമ്പം ബ്രേക്കിംഗ് ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് ജനറേറ്റിംഗ് എന്ന് പറയുമ്പം ഇവിടെ എന്താ പവർ വരുന്നത്? ടോർക്ക് ഇൻറ്റു സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടുന്നത് ഇവിടെ നെഗറ്റീവാണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയത് കാരണം ഇവിടുത്തെ പവർ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പവർ സോഴ്സിലേക്ക് തിരിച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ക്വാഡ്രൻറ്റ് 2 ഡ്രൈവ് ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാണ്, ജനറേറ്റ് ചെയ്തിട്ട് അതിനെ സോഴ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിംഗ് ഓപ്പറേഷനാണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷനാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നടക്കുന്നത്. ട്രെയിനിൻ്റെയൊക്കെ പർപ്പസ് പോലെ നമ്മളിപ്പം ട്രെയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ട്രെയിനുകളിൽ റീജനറേറ്റീവ് പവർ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ട്രെയിന് നിൽക്കുന്ന സമയത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി, ആ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജീനെ തിരിച്ച് സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുക. അവിടെ ശരിക്കും പവർ ലാഭിക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ച് സോഴ്സിലേക്ക് തന്നെ പവറിനെ ഫീഡ്ബാക്ക് ചെയ്യും. അതിനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുക. ഈ സെയിം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, ക്വാഡ്രൻറ്റ് 2 നടക്കുന്നത്. ഇനി ക്വാഡ്രൻറ്റ് 3 എന്ന് പറയുമ്പോൾ സ്പീഡും നെഗറ്റീവാണ്, ടോർക്കും നെഗറ്റീവാണ്. അപ്പോൾ പവർ എന്തായിരിക്കും? പവർ ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു സ്പീഡ് പോസിറ്റീവായിരിക്കും. പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഓർ മോട്ടോറിംഗ് മോഡ്, അതായത് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റ്. നേരത്തെ എന്തായിരുന്നു? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഫോർവേഡ് ആക്സിലറേറ്റിംഗ് ആയിരുന്നു. അതെന്തുകൊണ്ടാണ്? സ്പീഡ് പോസിറ്റീവായിരുന്നു, മുന്നോട്ടാണ് മൂവ് ചെയ്തിരുന്നത്. ഇവിടെ പവർ പോസിറ്റീവ് ആണെങ്കിലും റിവേഴ്സ് ആക്സിലറേറ്റിംഗ് ആണ്. കാരണം സ്പീഡ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ആക്സിലറേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിന് റിവേഴ്സ് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഓർ മോട്ടോറിംഗ് റിവേഴ്സ് ആക്സിലറേറ്റിംഗ് ക്വാഡ്രൻറ്റ് എന്നാണ് തേർഡ് ക്വാഡ്രൻറ്റിനെ പറയാറുള്ളത്. ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിലോ സ്പീഡ് നെഗറ്റീവാണ്, പക്ഷേ ടോർക്ക് പോസിറ്റീവാണ്. ഇൻ എഫക്റ്റ് പവർ എന്തായിരിക്കും? ടി ഇൻറ്റു ഒമേഗ നെഗറ്റീവായിരിക്കും. പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓർ ജനറേറ്റിംഗ് മോഡാണ്. ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും? സ്പീഡ് നെഗറ്റീവ് ആയത് കാരണം അവിടെ റിവേഴ്സ് ബ്രേക്കിംഗ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഫോർവേഡ് ബ്രേക്കിംഗ് ആയത് എന്തുകൊണ്ടാണ്? സ്പീഡ് പോസിറ്റീവ് ആയതുകൊണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സ്പീഡ് പോസിറ്റീവ് ആയത് കാരണം ഫോർവേഡ് ബ്രേക്കിംഗ് ആയി. പക്ഷേ സ്പീഡ് തിരിഞ്ഞ് കറങ്ങുന്നത് കാരണം, അതായത് പവർ നെഗറ്റീവ് ആയതുകൊണ്ട് ഡീസലറേറ്റിംഗ് ക്വാഡ്രൻ്റ് ആണത്. ഫോർത്ത് ക്വാഡ്രൻറ്റ് ബ്രേക്കിംഗ് ഓർ ജനറേറ്റിംഗ് ആണ്, പക്ഷേ എന്താണത്? സ്പീഡ് നെഗറ്റീവ് ആയത് കാരണം റിവേഴ്സ് ബ്രേക്കിംഗ് ആണ്, ടോർക്ക് പോസിറ്റീവുമാണ്. ഇവിടെ പവർ എന്താ ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യാമെന്ന്, അതായത് പവർ നെഗറ്റീവ് ആവുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, തിരിച്ച് സോഴ്സിലേക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ബ്രേക്കിംഗ് ഡീസലറേറ്റിംഗ് ക്വാഡ്രൻ്റ് ആണ്. Certain applications involve two quadrant loads operating in the quadrant 1 and quadrant 2 where the speed is positive but the torque changes polarity. ഇനി ചില ആപ്ലിക്കേഷൻസിൽ 2 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻസ്, അതായത് 2 ക്വാഡ്രൻറ്റിലും ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ക്വാഡ്രൻറ്റ് 1ലും ക്വാഡ്രൻറ്റ് 2ലും, ക്വാഡ്രൻറ്റ് 1ലും 2ലും കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ക്വാഡ്രൻറ്റ് 1, 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്? സ്പീഡ് പോസിറ്റീവാണ് രണ്ടിലും, ഫസ്റ്റിലും സെക്കൻഡിലും സ്പീഡ് പോസിറ്റീവാണ്. ടോർക്ക് ഒന്നിൽ പോസിറ്റീവും ഒന്നിൽ നെഗറ്റീവും. അപ്പോൾ സ്പീഡിനെ പോസിറ്റീവായിട്ട് തന്നെ വെച്ചിട്ട് ടോർക്കിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻസിൽ 1ഉം 2ഉം ക്വാഡ്രൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഇനി സം സോഴ്സസ് ഡിഫൈൻ 2 ക്വാഡ്രൻറ്റ് ഡ്രൈവ്സ് ആസ് എ ലോഡ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദി ക്വാഡ്രൻറ്റ്സ് 1 and 3. ഇനി 1ലും 3ലും കൂടെ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ടാവും. 1ലും 3ലും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ 1ലും 2ലും 3ലും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? 1ലാണെങ്കിൽ സ്പീഡും ടോർക്കും പോസിറ്റീവാണ്, പവർ പോസിറ്റീവാണ്. 3ലാണെങ്കിൽ സ്പീഡും ടോർക്കും നെഗറ്റീവാണ്, പവർ പോസിറ്റീവാണ്. അതായത് ഇവിടെ എന്താണ് ആവശ്യം? ഈ കേസിൽ 1ലും 3ലും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഡ്രൈവ്സിൻ്റെ കേസിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോസിറ്റീവ് ആവണം, ഡയറക്ഷൻ സ്പീഡിൻ്റെയും ടോർക്കിൻ്റെയും ഡയറക്ഷൻ എന്തായാലും കുഴപ്പമില്ല, പവർ പോസിറ്റീവ് ആവണം. ആ കേസിലാണ് നമ്മൾ 1 and 3 ക്വാഡ്രൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. 2 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ നടക്കുന്ന ഡ്രൈവ്സ് ഉണ്ടാവും, 1 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ നടക്കുന്ന ഡ്രൈവ്സ് ഉണ്ടാവും, 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ നടക്കുന്ന ഡ്രൈവ്സും ഉണ്ടാവും. അതിൽ 1ഉം 2ഉം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവ്സിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് 1ലും 3ലും വർക്ക് ചെയ്യണത്. ഇനി സർട്ടൻ ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസും, ചില ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസിനകത്ത് 4 ക്വാഡ്രൻറ്റിലും വർക്ക് ചെയ്യുന്ന ഡ്രൈവ്സ് ആവശ്യമായിട്ട് വരും. 4 ക്വാഡ്രൻറ്റിലും വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ എല്ലാ ക്വാഡ്രൻറ്റിലും വർക്ക് ചെയ്യുക. സ്പീഡിൻ്റെയും പൊളാരിറ്റിയും ചേഞ്ച് ചെയ്ത് വരും,
ടോർക്കിൻ്റെ പൊളാരിറ്റിയും ചേഞ്ച് ചെയ്ത് വരും. പവർ ജനറേറ്റ് ചെയ്യും, കുറച്ച് സമയം പവർ ജനറേറ്റ് ചെയ്യും, പിന്നെ കുറച്ച് സമയം പവർ കൺസ്യൂം ചെയ്യും. അതായത് ആക്സലറേറ്റിംഗ് മോഡിലും വർക്ക് ചെയ്യും, അത് ഡീസലറേറ്റിംഗ് മോഡിലും വർക്ക് ചെയ്യും, ബ്രേക്കിംഗ് മോഡിലും വർക്ക് ചെയ്യും, മോട്ടോറിംഗ് മോഡിലും വർക്ക് ചെയ്യും. അങ്ങനെ മാറി മാറി വരുന്ന ആപ്ലിക്കേഷൻസ്, അതിനാണ് നമ്മൾ 4 ക്വാഡ്രൻറ്റും യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ നമ്മുടെ ഹോയിസ്റ്റ്, എലിവേറ്റേഴ്സ്, ഹില്ലി കൺവെയേഴ്സ് ഒക്കെ. എലിവേറ്റേഴ്സ്, ലിഫ്റ്റ് നമുക്കറിയാം. ലിഫ്റ്റിൽ എങ്ങനെയാണ് മേലേക്ക് പോവും, താഴേക്ക് പോവും. പല രീതിയിൽ അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. ദെൻ റീജനറേഷൻ ക്യാൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ദി ഡ്രൈവ്സ് DC ലിങ്ക് ബസ് വെൻ ഇൻവെർട്ടർ വോൾട്ടേജ് is smaller in magnitude than the motor back EMF. ഇനി റീജനറേഷൻ നടക്കുന്നത് എപ്പോഴാണ്, അതായത് പവറിനെ തിരിച്ച് സോഴ്സിലേക്ക് കൊടുക്കുന്ന കണ്ടീഷൻ, അത് എപ്പോഴാണ് നടക്കുന്നത്? ഇറ്റ് ക്യാൻ ഓൺലി ഒക്കർ, അതായത് റീജനറേഷൻ നടക്കുന്നത് ആകെ DCയുടെ ഡ്രൈവിൻ്റെ DC ലിങ്ക് ബസ്സിലാണ്. വെൻ ഇൻവെർട്ടർ വോൾട്ടേജ് is smaller in magnitude than the motor back EMF. മോട്ടോറിൻ്റെ ബാക്ക് EMFിനേക്കാളും ഇൻവെർട്ടർ വോൾട്ടേജ് കുറഞ്ഞു വരുന്ന കേസിലാണ് റീജനറേഷൻ DC ലിങ്കിൽ മാത്രമേ നടക്കാറുള്ളൂ. ഇൻവെർട്ടർ വോൾട്ടേജ് ആൻഡ് ബാക്ക് EMF ആർ ദ സെയിം പൊളാരിറ്റി. ഇൻവെർട്ടർ വോൾട്ടേജിന് ബാക്ക് EMFിനേക്കാളും മാഗ്നിറ്റ്യൂഡ് കുറയുമെങ്കിൽ പോലും രണ്ടും സെയിം പൊളാരിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സമയത്ത് റീജനറേഷൻ ഡ്രൈവിൻ്റെ DC ലിങ്ക് ബസ്സിൽ മാത്രമാണ്. അതായത് ഇൻവെർട്ടർ വോൾട്ടേജും അതുപോലെ ഇൻവെർട്ടറും മോട്ടോറും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഡ്രൈവിൻ്റെ DC ലിങ്ക് എന്ന് പറയുന്നത്. കണക്ഷനെയാണ് ഡ്രൈവിൻ്റെ DC ലിങ്ക് എന്ന് പറയുന്നത്. ഈ DC ലിങ്കിലാണ് സാധാരണ റീജനറേഷൻ നടക്കുന്നത്. കണ്ടീഷൻസ് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ്, ഇൻവെർട്ടർ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോട്ടോറിൻ്റെ ബാക്ക് EMFിനേക്കാളും കുറവായിരിക്കണം. ഇൻവെർട്ടർ വോൾട്ടേജും ബാക്ക് EMFും സെയിം പൊളാരിറ്റി ആയിരിക്കണം. In this, the motoring SCR bridge and regeneration SCR bridge achieve the 4-quadrant operation. അതായത് ഈ ഡ്രൈവിനകത്ത് ലെഫ്റ്റ് സൈഡിനകത്ത് മോട്ടോറിങ് SCR ബ്രിഡ്ജും ഉണ്ട്, റീജനറേഷൻ SCR ബ്രിഡ്ജും ഉണ്ട്. അതായത് നമുക്ക് മോട്ടോറിങ് ഓപ്പറേഷനും നടക്കണം, SCR ഓപ്പറേഷനും നടക്കണം. അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മോട്ടോറിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ ബ്രിഡ്ജാണ് വർക്ക് ചെയ്യുക. റീജനറേഷൻ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ SCR ബ്രിഡ്ജാണ് വർക്ക് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവും? ഒരു DC ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഔട്ട്പുട്ടായിട്ട് നമ്മുടെ റെക്ടിഫയറിൻ്റെ SCR ബ്രിഡ്ജ് റെക്ടിഫയർ, റൈറ്റ് സൈഡിലൊരു SCR ബ്രിഡ്ജ് റെക്ടിഫയർ, 4-quadrant ഓപ്പറേഷന് യൂസ് ചെയ്യുന്ന SCR ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലോഡായിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തു? മോട്ടോറിൻ്റെ ആർമേച്ചർ കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈയിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഫീൽഡ് കറണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DC മോട്ടോറിൻ്റെ ഫീൽഡ് കറണ്ട് റെഗുലേറ്ററിന് സപ്ലൈ എടുക്കുന്നത് എവിടെ നിന്നാണ്? മെയിൻ സപ്ലൈയിൽ നിന്ന് തന്നെയാണ്. അതായത് റെക്ടിഫയർ സപ്ലൈ ചെയ്യുന്ന സെയിം സപ്ലൈയിൽ നിന്ന് തന്നെയാണ് ഫീൽഡ് കറണ്ട് റെഗുലേറ്ററിനും സപ്ലൈ എടുത്തിട്ടുള്ളത്. 2 SCR ബ്രിഡ്ജ് കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തതാണ് നമ്മുടെ 4-quadrant ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന SCR ബ്രിഡ്ജ്. ലെഫ്റ്റ് സൈഡിൽ മോട്ടോർ ഓപ്പറേഷൻ നടക്കും, റൈറ്റ് സൈഡിൽ റീജനറേഷൻ ഓപ്പറേഷൻ നടക്കും. ഇറ്റ് റിസീവ്സ് ദ അപ്രോപ്രിയേറ്റ് ഗേറ്റ് സിഗ്നൽസ് ഫ്രം ദി അനലോഗ് ഓർ ഡിജിറ്റൽ കൺട്രോളർ. ഗേറ്റ് സിഗ്നൽസ് എവിടെ കിട്ടുക? ഈ SCRനെല്ലാം മെയിൻ സപ്ലൈ ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ഗേറ്റ് സിഗ്നൽ കൊടുത്താൽ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. ഈ SCRന് ഗേറ്റ് സിഗ്നൽ എവിടെ നിന്ന് കിട്ടും? ഒരു അനലോഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള കൺട്രോളറിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽ സെലക്ട് ചെയ്തിട്ടാണ് ഗേറ്റിലേക്ക് കൊടുക്കാറുള്ളത്. ബൈ വേരിയിങ് ദ ഫയറിംഗ് ആംഗിൾ ടു ദ SCRs, എ വേരിയബിൾ DC സപ്ലൈ ക്യാൻ ബി അപ്ലൈ ടു ദ മോട്ടർ. SCRൻ്റെ ഫയറിംഗ് ആംഗിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ DC സപ്ലൈ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ DC സപ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫയറിംഗ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൊടുക്കുന്ന DC സപ്ലൈയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ആർമേച്ചർ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് ഫയറിംഗ് ആംഗിൾ ഓഫ് SCR ചേഞ്ച് ചെയ്തുകൊണ്ടാണ്.